തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം തീർച്ചയായും ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഇനി എങ്ങനെ നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ നേരിടണം അല്ലെങ്കിൽ അതിൽ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു മാർഗനിർദ്ദേശത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പൊതു മാർഗനിർദ്ദേശം സർക്കാർ തയ്യാറാക്കുന്നു. തലസ്ഥാനത്തുണ്ടായ ഈ പ്രശ്നങ്ങൾ വ്യാഴാഴ്ച ചേരുന്ന യോഗം പരിശോധിക്കും. ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് മുന്നറിയിപ്പും ബദൽ സംവിധാനങ്ങളും ഒക്കെ ഉറപ്പുവരുത്തും. രാഹുൽ ജി നാഥ് ഉണ്ട് വിവരങ്ങളായി. രാഹുൽ, ഇനിയെങ്കിലും ഈ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നതാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യം. സംഭവിച്ചു. ഇപ്പോഴും പക്ഷേ വെള്ളം എത്താൻ ഇനിയും സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. ഏത് രീതിയിൽ ആണ് ഈ ചർച്ചകൾ വരിക? ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കും സർക്കാർ, അല്ലേ? അതെ, തീർച്ചയായും ഈ പ്രശ്നം വളരെ ഗൗരവത്തിൽ സർക്കാർ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ അത്തരത്തിലുള്ള ഇടപെടലുകൾ വന്നു, പ്രതികരണങ്ങൾ വന്നു, അത്രമാത്രം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. അപ്പോഴാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ ഇത്തരത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ച വിളിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികളിലേക്ക് പോകുമ്പോൾ അതൊരു പൊതു മാനദണ്ഡത്തിലായിരിക്കണം ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, ഈ പറയുന്നത് പോലെ 2 ദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിലെ ഒരു അറിയിപ്പ് നൽകിയിരുന്നു. മുൻകരുതൽ എടുക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് അറിയിപ്പ് നൽകിയിട്ടാണ് ഈ പണി തുടങ്ങിയത്. റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട പണികൾ തുടങ്ങിയത്. അങ്ങനെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എന്ന് മാത്രം പറഞ്ഞു തുടങ്ങിയതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഈ പറഞ്ഞതുപോലെ അത് കൈവിട്ടു പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അത്ര ദിവസത്തേക്ക് മാത്രം കരുതി വെച്ചിരുന്ന വെള്ളം തീർന്നപ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഈ മന്ത്രി ഉന്നതതല യോഗത്തിന് മുമ്പ് പറയുന്നത് പൊതുമാനദണ്ഡം ഉണ്ടാകണം. ഇനി ഇത്തരത്തിൽ പണികളിലേക്ക് പോകുമ്പോൾ മുൻകരുതലുകൾ അത് ഓരോ പ്രദേശവും ഓരോ ഈ പറയുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുമൊക്കെയുള്ള മുൻകരുതലുകൾ അത് എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. പൊതുമാനദണ്ഡം ഉണ്ടാകണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കടന്നപ്പോൾ അതിൽ മുൻകരുതൽ കുറവായിരുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയോ എന്നുകൂടി പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും സർക്കാർ ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനപ്പുറത്തേക്ക് ശരിയാണ് രാഹുൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയെന്നത് തന്നെയാണ്. അത് ഉദ്യോഗസ്ഥർക്ക് വന്ന പാളിച്ചയാണ്. ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ അത് കൃത്യമായി ഉണ്ടാകട്ടെ.